സോ ഗൈസ് വെൽക്കം ബാക്ക് റോങ്ങർ ഹെയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചെങ്കിൽ ആർ ടി ഒ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ. ഓഫീസിൽ നിന്ന് ആർ ടി ഒ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആർ ടി ഒ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അത് ഓൾറെഡി ഇവിടെ വന്നിട്ട് എനിക്ക് ഫോണിൽ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് വരികയാണ് ചെയ്ത്. അങ്ങനെ എന്താ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സാറിൻ്റെ പിന്നാലെ തന്നെ പോവാം. എന്നിട്ട് എന്താ സാറ് പറയണത് നോക്കാം. ആർ ടി ഒ ടെസ്റ്റും കാര്യങ്ങളും എന്താണെന്ന് അറിയില്ല, ബസ്സായതുകൊണ്ട്. ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പോരേ വേണ്ടല്ലോ. കാറാണെങ്കിലും വെച്ചിട്ട് പോരാം. ഹെവി ലൈസൻസ് ആകുമ്പോൾ എന്താ പരിപാടി എന്നുള്ള കാര്യം അറിയില്ല. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമുക്ക് ഇറങ്ങിയിട്ട് സാറിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം ആദ്യം. സാറിൻ്റെ പ്ലാനിങ്ങും പരിപാടികൾ എന്താണെന്ന് നമുക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഈ ഹെവി ലൈസൻസ് എടുക്കുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. എന്താ സാറ് ഇവിടെ നിൽക്കുന്നുണ്ട്. റിവേഴ്സ് ഇട്ട് വണ്ടി ഓടിക്കാനൊക്കെ അല്ലാ. നമുക്ക് എന്തായാലും സാറിൻ്റെ വണ്ടി ഒന്ന് നോക്കി നോക്കാം. സാറിൻ്റെ വണ്ടിയും പൊന്നെ സീന് വണ്ടി അല്ലേ. ഓ, പോലീസിൻ്റെ വണ്ടിയാണല്ലോ അല്ലേ. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ബാക്കി കാര്യങ്ങൾ. നമ്മളതാ നടന്ന് നമുക്ക് നമ്മുടെ വണ്ടി കയറാം. വണ്ടി കയറിയിട്ട് നമുക്ക് നോക്കി നോക്കാം ബാക്കി. എന്നിട്ട് വണ്ടി റിവേഴ്സ് ഇടാനാണ് പറയണത്. ട്രാക്കിലേക്ക് റിവേഴ്സ് ഇടണം. സോ നമുക്ക് റിവേഴ്സ് എടുക്കാം. കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് റിവേഴ്സ് എടുക്കേണ്ടി വരും. ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റില്ല, കുറച്ച് എഡ്ജ് ഉണ്ട് ആ കയറ്റത്തിൽ. വണ്ടി ഒരയോന്നാണ്. ഒരഞ്ഞു കുറച്ച് സ്റ്റെക്കാവാതിരിഞ്ഞാൽ മതി, ഒരഞ്ഞാലും കുഴപ്പമില്ല. സോ നമുക്ക് അങ്ങനെ വണ്ടി നൈസായിട്ട് ഇങ്ങനെ ബാക്ക് എടുക്കാം. ബാക്ക് ഇട്ടിട്ട് ഇറക്കി നിർത്താം. ഓ, അടിയൊക്കെ അറിയുന്നുണ്ട്. സാറേ വഴിമാറി കാര്യം ഏത് കൂടെ കയറും സാറേ. സാറ് ജസ്റ്റ് മിസ് അല്ല. ഇപ്പോൾ സാറിനെ അടിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അടുത്ത ഫൈൻ വന്നായിരുന്നു, ജസ്റ്റ് മിസ്. അപ്പോൾ സാറ് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മിഷൻ എന്താ വെച്ചെങ്കിൽ റിവേഴ്സ് ഇട്ടിട്ട് ഈ ട്രാക്കിലിട്ട് ഓടിച്ച് കാണിച്ചു കൊടുക്കണം സാറിന്. പ്രശ്നം എന്താ വെച്ചെങ്കിൽ നമ്മൾക്ക് ആ നീലവരയും ആ റെഡും വൈറ്റൊക്കെ ഉണ്ടല്ലേ, അതൊന്നും ടച്ച് ആകാൻ പാടില്ല വണ്ടി. അതാണ് നമുക്കുള്ള ടാസ്ക്. അപ്പോൾ നോക്കിയും കണ്ടിട്ടും വേണം ഓടിക്കാൻ. അപ്പോൾ സീനാണ് കുറച്ച്. ഓക്കെ എന്തായാലും നോക്കി ഓടിക്കുന്നുണ്ട്. ഓടിച്ച് ഒറ്റ വളവ് മാത്രമല്ലേ, 2 വളവും കൂടി എടുക്കണം. അങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് വളവേ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ 3-4 വട്ടം ഈ റൗണ്ട് ഞാൻ ഓൾറെഡി ഓടിച്ച് കാണിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഇടണുള്ളൂ, കാരണം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്തായി പോകും. നമ്മൾ റിവേഴ്സ് ഇട്ടിട്ട് ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് സാറിന്. അത് എന്നിട്ട് നമ്മൾ കൂടെ നിന്ന് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്രണ്ടിലിട്ട് ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഫ്രണ്ട് എന്തായാലും ഈസിയാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെയല്ല റിവേഴ്സാണ് കുറച്ചും കൂടിയും ടാസ്ക് ആയിട്ടുള്ള കാര്യം. നമ്മൾ അതിൽ പാസ്സായിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് ഓടിച്ചിട്ടും അതിലും കൂടി കംപ്ലീറ്റ് ആക്കണം. ഓക്കെ നമ്മളങ്ങനെ അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കണം. ഓടിച്ച് കാണിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താലേ സാറ് അപ്രൂവൽ തരുള്ളൂ. അങ്ങനെ നമ്മൾ അതും കാണിച്ചു കൊടുത്ത് ഇറങ്ങി. സാറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്തായി. സാറ് പറയണം ഇനി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ നൈസ് ഡ്രൈവിംഗ് എന്നാണ് സാറ് പറയണത്. അങ്ങനെ നമ്മളിതാ പോവുകയാണ്. സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് സാറ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് ചെല്ലണം ഇനി. സാറ് ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ടെസ്റ്റിൻ്റെ ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കണം സാറിൻ്റെ അടുത്ത്. സാർ അവിടെ നിന്നൊന്നും പറഞ്ഞൊന്നുമില്ല. സാറ് ഡയറക്റ്റ് സ്റ്റേഷനിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി ഇതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സാറ് ബാക്കിലുണ്ട്. സോ നമുക്ക് മെല്ലെ ഓടിച്ച് കയറാം. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ. സാറിൻ്റെ വണ്ടി എന്താ ബഗ് ചെയ്യുമെന്നു. സോ നമുക്ക് വണ്ടി ആദ്യം സ്റ്റേഷനിലേക്ക് അകത്തോട്ട് കയറ്റാം. അകത്തോട്ട് ഇങ്ങനെ മെല്ലെ ഓടിച്ച് കയറ്റിയിട്ട് സാറ് ഇതവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സാറിൻ്റെ വണ്ടിയുടെ സൈഡിൽ തന്നെ നൈസിൽ അവിടെ തന്നെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇറങ്ങിയിട്ട് ബാക്കി എന്താണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എന്നൊക്കെ നോക്കി നോക്കാം. സോ നമ്മൾ റിവേഴ്സിലേക്ക് വണ്ടി ഇട്ടുണ്ട്. എന്നിട്ട് നമ്മളിതവിടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ബാക്ക് ഓക്കെയാണ്. ഇനി അവിടെ തട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ നമ്മൾ നൈസിൽ വണ്ടി പാർക്ക് ചെയ്തു. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിൻ്റെ അടുത്തേക്ക് പോകാം. സാറ് ഡോറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ബഗ്ഗാവും നോക്കുന്നുണ്ട്. ആടിപ്പോയി. അവിടെ ഉണ്ട്. വന്നു. ഓക്കെ പിന്നെ നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. സാർ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടെസ്റ്റ് പാസ്സായോ ഇല്ലയെന്ന് അറിയണമല്ലോ. ഇത്രയും കഴിവോട് കൂടിയിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് അറിയണമല്ലോ എന്താ അവസ്ഥ ഏതാണെന്നുള്ളത്. സോ നമുക്ക് ചോദിച്ചു നോക്കാം സാറിൻ്റെ അടുത്ത് പെർമിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുള്ളത്. ഓക്കെ പെർമിറ്റ് ഫീസ് 5000 എന്ന് പറയുന്നുണ്ട്.
സോ നമുക്കതെന്തായാലും അടയ്ക്കാം. അത് ഞാൻ അടച്ചിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും 5000 ചോദിക്കുന്നുണ്ട് ലൈസൻസിൻ്റെ. നമ്മളങ്ങനെ അതും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ സാറ് പൊക്കോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയി എന്ന് പറഞ്ഞ് സാറ്. ലൈസൻസൊക്കെ കിട്ടി, അതുപോലെ ബസ്സിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലീവ് ചെയ്യാം. നമുക്ക് ബസ് എടുത്തിട്ട് എന്തായാലും ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ലൈസൻസും പെർമിറ്റൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പം ഇനി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇനി എടുക്കുന്നതായിരിക്കും. സോ എല്ലാവരും DM ചെയ്യുക. സോ സാറും പോയി. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വണ്ടി ഗാരേജിൽ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. സീ യു സൂൺ. ബൈ ബൈ.